ദ്വാരക എന്ന പേര് പുരാതന ഇന്ത്യയുടെ മഹത്വത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ദിവ്യമായ ഇടപെടലിൻ്റെയും പുരാണ രാജ്യങ്ങളുടെയും സമുദ്രത്തിൻ്റെ നിരന്തരമായ പ്രയാണത്തിൽ നഷ്ടപ്പെട്ട ഒരു നാഗരികതയുടെയും കഥകൾ പ്രതിധ്വനിക്കുന്നു. ഗുജറാത്തിൻ്റെ പരുക്കൻ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യനഗരം ഹിന്ദു ആത്മീയതയുടെ ഹൃദയത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനം വഹിക്കുന്നു. 4 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി, 7 പുണ്യ നഗരങ്ങളിൽ ഒന്നായി ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ ദ്വാരക വെറും ഒരു തീർത്ഥാടന കേന്ദ്രമല്ല. അഗാധമായ പുരാണങ്ങളുടെയും ആകർഷകമായ ചരിത്ര സൂചനകളുടെയും ശക്തമായ പുരാവസ്തു കണ്ടെത്തലുകളുടെയും നൂലുകളിൽ നിന്ന് നെയ്തെടുത്ത ഒരു മഹനീയമായ തുണിത്തരമാണിത്. എല്ലാം അത്ഭുതകരവും അവ്യക്തവുമായ ഒരു ഭൂതകാലത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ഒത്തുചേരുന്നു. ദ്വാരകയുടെ ആകർഷണത്തിൻ്റെ കാതലായ ഭാഗം ഹിന്ദു ദേവതകളിലെ ഏറ്റവും പ്രിയപ്പെട്ട ദേവന്മാരിൽ ഒരാളായ ഭഗവാൻ കൃഷ്ണനുമായുള്ള അടുത്ത ബന്ധമാണ്. മഹാഭാരതം, ഭാഗവത പുരാണം, ഹരിവംശം തുടങ്ങിയ ഇതിഹാസ വിവരണങ്ങൾ അനുസരിച്ച് ജരാസന്ധൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് രക്ഷ നേടാൻ മധുരയിൽ നിന്ന് നാടകീയമായി പോയതിനു ശേഷം കൃഷ്ണൻ തൻ്റെ യാദവ വംശത്തിനൊരു പുതിയ ഇടം തേടി. സൗരാഷ്ട്ര തീരത്ത് അന്നൊരു ചെറിയ തീരദേശ ഗ്രാമത്തിൽ ഒരു സ്ഥലം അദ്ദേഹം എങ്ങനെ തിരഞ്ഞെടുത്തുവെന്നും അതിനെ ഒരു മനോഹരമായ മഹാനഗരമാക്കി മാറ്റിയെന്നും പുരാണങ്ങൾ വിവരിക്കുന്നു. ഈ പുരാതന ഗ്രന്ഥങ്ങളിലെ ദ്വാരകയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അതിമനോഹരമാണ്. കടലിൽ നിന്ന് വീണ്ടെടുത്ത, കരയിൽ നിർമ്മിച്ച അസാധാരണമായ എഞ്ചിനീയറിംഗ്, ദിവ്യ വാസ്തുവിദ്യ എന്നിവ പ്രദർശിപ്പിക്കുന്ന സമാനതകളില്ലാത്ത മഹത്വമുള്ള ഒരു നഗരമായി ഇത് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണ കൊട്ടാരങ്ങൾ, വിശാലമായ പൂന്തോട്ടങ്ങൾ, സങ്കീർണമായ മനോഹരമായ കോട്ടകൾ എന്നിവയാൽ അലങ്കരിച്ച ദിവ്യശില്പിയായ വിശ്വകർമാവ് ദ്വാരകയെ നിർമ്മിച്ചതായി വിഷ്ണു പുരാണം വിവരിക്കുന്നു. ഒരു വശത്ത് പർവ്വതങ്ങളാലും മറുവശത്ത് വിശാലമായ അറബിക്കടലിനാലും സംരക്ഷിക്കപ്പെട്ട ഈ നഗരം തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നുവെന്നും അതിനെ ഒരു അജയ്യമായ കോട്ടയാക്കി മാറ്റുന്നുവെന്നും പറയപ്പെടുന്നു. കൃഷ്ണൻ്റെ മഹത്തായ ഭരണത്തിൻ കീഴിൽ ദ്വാരക ഒരു ഊർജ്ജസ്വലമായ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ശക്തി കേന്ദ്രമായി വളർന്നു. യാദവരാജ്യം അഭൂതപൂർവമായ അഭിവൃദ്ധി കൈവരിച്ചു. വ്യാപാരം, കല, ബൗദ്ധിക പ്രവർത്തനങ്ങൾ എന്നിവ വളർന്നു. സമാധാനത്തിൻ്റെയും നീതിയുടെയും ആത്മീയ പ്രബുദ്ധതയുടെയും ഒരു യുഗമായിരുന്നു അത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃഷ്ണൻ്റെ ഉപദേശം യാദവരെ നയിച്ചു. ധർമ്മത്തിൻ്റെയും സദ്ഭരണത്തിൻ്റെയും തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ദ്വാരക നീതിയുടെയും ഒരു ആദർശ രാജ്യമായി മാറി. ദ്വാരകയുടെ പരിധിക്കുള്ളിലെ കൃഷ്ണൻ്റെ വീരകൃത്യങ്ങളുടെയും രാഷ്ട്രീയ ചാതുര്യത്തിൻ്റെയും ദിവ്യലീലകളുടെയും കഥകൾ ഹിന്ദു പുരാണങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. നൂറ്റാണ്ടുകളായി മതചിന്തയെയും കലാപരമായ ആവിഷ്കാരത്തെയും ആഴത്തിൽ അവ സ്വാധീനിക്കുന്നു. ദ്വാരകയുടെ ഉയർച്ച ഐതിഹാസികമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ നാടകീയമായ അന്ത്യവും. ഭഗവാൻ കൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അശുഭകരമായ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറാൻ തുടങ്ങിയെന്ന് വേദങ്ങൾ വിവരിക്കുന്നു. കൃഷ്ണൻ്റെ കരിസ്മാറ്റിക്കായ നേതൃത്വത്തിൽ ഒരിക്കൽ ഏകീകരിക്കപ്പെട്ട യാദവ വംശം ആന്തരിക സംഘർഷങ്ങളിലും ദുഷ്പ്രവണതകളിലും കുടുങ്ങി. ധാർമ്മികമായ തകർച്ചയും നാശത്തിൻ്റെ പ്രവചനവും ചേർന്ന് ദ്വാരകയുടെ ആത്യന്തികമായ വിധിക്ക് കളമൊരുങ്ങി. ദ്വാരകയുടെ വെള്ളത്തിനടിയിലായതിനെക്കുറിച്ചുള്ള ഏറ്റവും വിചിത്രമായ വിവരണങ്ങൾ മഹാഭാരതത്തിലെ മൗസല പർവ്വത്തിലാണ്. കൃഷ്ണൻ്റെ വേർപാടിന് ശേഷം പാണ്ഡവ സഹോദരന്മാരിൽ ഒരാളായ അർജുനൻ ദ്വാരക സന്ദർശിക്കുന്നതും നഗരം വിഴുങ്ങുന്ന സമുദ്രത്തിൻ്റെ ഭയാനകമായ കാഴ്ച കാണുന്നതും ഇത് വിവരിക്കുന്നു. അലറുന്ന തിരമാലകളാൽ കടൽ തീരം നിരന്തരം കരയിലേക്ക് അതിക്രമിച്ചു കയറി. കൊട്ടാരങ്ങളും മാളികകളും ക്ഷേത്രങ്ങളും വിഴുങ്ങി. മനോഹരമായ നഗരത്തിൻ്റെ ഒരു സൂചനയും അവശേഷിപ്പിച്ചില്ല. അർജുനൻ്റെ നേതൃത്വത്തിൽ അതിജീവിച്ചവർ അവരുടെ പൂർവിക ഭവനം ഉപേക്ഷിച്ച് വടക്കോട്ട് കയറാൻ നിർബന്ധിതരാകുന്നു. ജലപ്ലാവണം അഥവാ മഹാപ്രളയം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഈ സംഭവം മഹത്തായ ഒരു യുഗത്തിന് വേദനാജനകവും ദാരുണവുമായ ഒരു അന്ത്യം കുറിക്കുന്നതായി. കടലിൽ മുങ്ങിയ ഒരു നഗരത്തെക്കുറിച്ചുള്ള ഈ പുരാണ വിവരണം പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ ആകർഷിച്ചിട്ടുണ്ട്.
പലപ്പോഴും അതിൻ്റെ ചരിത്രപരമായ സത്യസന്ധതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. അത്തരമൊരു മഹത്തായ നഗരം യഥാർത്ഥത്തിൽ നിലനിന്നിരിക്കാനും പിന്നീട് ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമാകാനും കഴിയുമോ? ഈ പുരാതന വിവരണങ്ങൾ മാത്രം അവശേഷിപ്പിക്കുമോ? ദ്വാരകയെക്കുറിച്ചുള്ള നിലനിൽക്കുന്ന ഇതിഹാസങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ വെള്ളത്തിനടിയിലായതിനെക്കുറിച്ചുള്ള വിവരണം സമുദ്ര പുരാവസ്തു ഗവേഷണത്തിൽ ഗണ്യമായ താൽപ്പര്യം ജനിപ്പിച്ചിട്ടുണ്ട്. ആധുനിക ദ്വാരകയ്ക്ക് സമീപമുള്ള തീരദേശ ജലം പര്യവേഷണത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. പുരാണത്തെ വ്യക്തമായ തെളിവുകളുമായി ബന്ധപ്പെടുത്താനുള്ള ആഗ്രഹത്താൽ ഇത് നയിക്കപ്പെട്ടു. പുരാതന ദ്വാരകയിലെ പുരാവസ്തു ഗവേഷണത്തിലെ ഏറ്റവും പ്രമുഖരിൽ ഒരാളാണ് ഇന്ത്യൻ സമുദ്ര പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ SR റാവു. 1980കളുടെ അവസാനത്തിൽ തുടങ്ങി 2000ൻ്റെ ആരംഭം വരെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിലെ റാവുവും സംഘവും ദ്വാരകയുടെ തീരത്ത് വെള്ളത്തിനടിയിലുള്ള വിപുലമായ ഖനനങ്ങൾ നടത്തി. അവരുടെ കണ്ടെത്തലുകൾ വിപ്ലവകരമായിരുന്നു, കൂടാതെ ഗണ്യമായ ചർച്ചകൾക്കും കാരണമായി. നഗരമതിലുകൾ, തൂണുകൾ, ബ്ലോക്കുകൾ, മറ്റു വാസ്തുവിദ്യ അവശിഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെ വെള്ളത്തിനടിയിലായ നിരവധി ശിലാഘടനകൾ ഖനനത്തിൽ കണ്ടെത്തി. നിർമ്മാണത്തിൻ്റെയും നാശത്തിൻ്റെയും വ്യത്യസ്ത ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന നിരവധി തലങ്ങളിലേക്ക് ഈ കണ്ടെത്തലുകൾ വ്യാപിച്ചു. ഈ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്ത പുരാവസ്തുക്കളിൽ മൺപാത്രങ്ങളുടെ കഷണങ്ങൾ, ചിലത് റെഡ് വെയർ എന്നറിയപ്പെടുന്നു. പലപ്പോഴും അവസാന ഹാരപ്പൻ കാലഘട്ടവുമായി അവ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ലെഡ് നങ്കൂരങ്ങൾ, അരയ്ക്കൽ കല്ലുകൾ എന്നിവയും ഉൾപ്പെടുന്നു. നിലവിലെ തീരപ്രദേശത്തു നിന്ന് വ്യത്യസ്ത ആഴങ്ങളിലും ദൂരങ്ങളിലും ഈ ഘടനകളുടെ സാന്നിധ്യം കാലക്രമേണ തുടർച്ചയായി വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു. കണ്ടെടുത്ത ചില പുരാവസ്തുക്കളുടെ, പ്രത്യേകിച്ച് ശിലാഘടനകൾക്കൊപ്പം കണ്ടെത്തിയ തടി വസ്തുക്കളിൽ നിന്നുള്ള കാർബൺ ഡേറ്റിംഗ് ഏകദേശം BCE 15ാം നൂറ്റാണ്ട് മുതൽ CEയുടെ ആദ്യ നൂറ്റാണ്ടുകൾ വരെയുള്ള തീയതികൾ നൽകുന്നു. ഈ തീയതികൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും വ്യാഖ്യാനത്തിന് വിധേയമാവുകയും ചെയ്യുന്നുണ്ടെങ്കിലും കൃഷ്ണൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള പുരാണ വിവരണങ്ങളുടെ ചില വ്യാഖ്യാനങ്ങൾ നിർദ്ദേശിക്കുന്ന സമയക്രമവുമായി ഇവ വിശാലമായി യോജിക്കുന്നു. ആധുനിക ദ്വാരകയുടെ തീരത്ത് വെള്ളത്തിനടിയിലുള്ള ഒരു പുരാണ തുറമുഖ നഗരത്തിൻ്റെ നിലനിൽപ്പിനെ ഈ പുരാവസ്തു കണ്ടെത്തലുകൾ ശക്തമായി സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ്റെ പുരാണ ദ്വാരകയുമായി ഒരു നിർണായക ബന്ധം സ്ഥാപിക്കുന്നത് ഒരു സങ്കീർണമായ വെല്ലുവിളിയായി തുടരുന്നു. പണ്ഡിതന്മാർ വ്യത്യസ്ത അളവിനുള്ള താൽപ്പര്യങ്ങളോടെയാണ് ഇതിനെ സമീപിക്കുന്നത്. പുരാവസ്തു തെളിവുകൾ സാഹിത്യ വിവരണങ്ങൾക്ക് ശക്തമായ സ്ഥിരീകരണം നൽകുന്നുവെന്ന് ചിലർ വാദിക്കുന്നു. ഇതിഹാസം വെള്ളപ്പൊക്കത്തെ നേരിട്ട ഒരു അഭിവൃദ്ധി പ്രാപിച്ച തീരദേശവാസത്തിൻ്റെ ചരിത്ര യാഥാർത്ഥ്യത്തിൽ വേരൂന്നിയതാണെന്ന് ചിലർ സൂചിപ്പിക്കുന്നു. പുരാതന സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പുരാണത്തിൽ വിവരിച്ചിരിക്കുന്ന അളവിലും മഹത്വത്തിനുമുള്ള ഒരു ദിവ്യ നഗരത്തിൻ്റെ നേരിട്ടുള്ള പുരാവസ്തു തെളിവ് ലഭിക്കുന്നത് സ്വാഭാവികമായും ബുദ്ധിമുട്ടാണെന്ന് ഊന്നിപ്പറയുന്ന മറ്റുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തുന്ന നിലപാട് നിലനിർത്തുന്നു. സഹസ്രാബ്ദങ്ങളായി സമുദ്രനിരപ്പിലെ മാറ്റങ്ങൾ, ഭൂമിയുടെ തകർച്ച, ഭൂകമ്പ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെല്ലാം തന്നെ തീരദേശ വാസസ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാകുന്നതിന് കാരണമായേക്കാമെന്നവർ പറയുന്നു. പുരാവസ്തു ശാസ്ത്രപരമായ ചർച്ചകൾ തുടരുന്നുവെങ്കിലും ആധുനിക നഗരമായ ദ്വാരക വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഊർജ്ജസ്വലമായ കേന്ദ്രമായി വളരുന്നു. ജഗത് മന്ദിർ എന്നും അറിയപ്പെടുന്ന ഗാംഭീര്യമുള്ള ദ്വാരകാധീശ് ക്ഷേത്രം നഗരത്തിൻ്റെ ആത്മീയ ഹൃദയമായി നിലകൊള്ളുന്നു. കൃഷ്ണൻ്റെ കൊച്ചുമകനായ വജ്രനാഭനാണ് ഇതിൻ്റെ യഥാർത്ഥ നിർമ്മാണത്തിന് കാരണമായതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിലവിലെ ഗംഭീരമായ ഘടന AD 11-12 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് നിരവധി കൂട്ടിച്ചേർക്കലുകളും പുനരുദ്ധാരണങ്ങളും നടന്നു. നൂറ്റാണ്ടുകളുടെ ഭക്തിയുടെ തെളിവാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ. സങ്കീർണമായ കൊത്തുപണികൾ, ഉയർന്ന ഗോപുരങ്ങൾ, പലപ്പോഴും 40 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള ഗോപുരങ്ങളുണ്ട്, ആഴത്തിനുള്ള പവിത്രത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ദ്വാരകയുടെ രാജാവ് എന്ന പേരിൽ ദ്വാരകാധീശനായി ഇവിടെ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ തീർത്ഥാടകർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. പ്രത്യേകിച്ച് ജന്മാഷ്ടമി, ദീപാവലി എന്നീ ദിവസങ്ങളിൽ സ്തുതിഗീതങ്ങൾ, ആചാരങ്ങൾ, ഉജ്ജ്വലമായ ഉത്സവ അന്തരീക്ഷം എന്നിവ സന്ദർശകരെ കാലാതീതമായ ആത്മീയ അനുഭവത്തിൽ മുക്കിക്കൊല്ലുന്നു. പ്രധാന ക്ഷേത്രത്തിനപ്പുറം ദ്വാരകയിൽ മറ്റ് പ്രധാന സ്ഥലങ്ങളുണ്ട്. അവയിൽ ശ്രീകൃഷ്ണന്റെ പ്രധാന പത്നിക്ക് സമർപ്പിച്ചിരിക്കുന്ന രുക്മിണി ദേവി ക്ഷേത്രം ബെത് ദ്വാരക, കൃഷ്ണന്റെ യഥാർത്ഥ വസതിയും അദ്ദേഹം സുദാമാവിനെ കണ്ടുമുട്ടിയ സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ദ്വീപാണ് ബെത് ദ്വാരക.
അതുപോലെ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം, ശിവൻ്റെ 12 പവിത്ര ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് എന്നിവയെല്ലാം അവിടെ ഉൾപ്പെടുന്നു. ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ദ്വാരകയുടെ പ്രാധാന്യത്തെ ഈ സ്ഥലങ്ങൾ ഒരുമിച്ച് ശക്തിപ്പെടുത്തുകയാണ്. ദ്വാരകയുടെ കഥ നഷ്ടപ്പെട്ട നാഗരികതകളോടും ദിവ്യത്വങ്ങളോടുമുള്ള മനുഷ്യൻ്റെ നിലനിൽക്കുന്ന ആകർഷണത്തിൻ്റെ ശക്തമായ തെളിവാണ്. പുരാണത്തിൻ്റെ മഹത്വം ചരിത്രത്തിൻ്റെ മൂർത്തമായ സൂചനകളുമായി ഒത്തുചേരുന്ന സ്ഥലമാണിത്. ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ നിരന്തരം വെല്ലുവിളിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്യുന്നു. പുരാതന ഗ്രന്ഥങ്ങൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഭരണത്തിന് കീഴിൽ നീതിയുടെയും സമൃദ്ധിയുടെയും ഒരു ദീപസ്തംഭമായ ഒരു സുവർണ നഗരത്തിൻ്റെ ചിത്രം വരച്ചു കാട്ടുകയാണ്. ഒരിക്കൽ അതിനെ പരിപോഷിപ്പിച്ച സമുദ്രം തന്നെ ആ നഗരത്തെ ദാരുണമായി നശിപ്പിച്ചു. ഒരു പുരാണ നഗരത്തിൻ്റെ വ്യക്തമായ തെളിവ് നൽകുന്നില്ലെങ്കിലും സമുദ്ര പുരാവസ്തു കണ്ടെത്തലുകൾ ഈ പ്രദേശത്ത് ഒരു പ്രധാന പുരാതന വാസസ്ഥലം നിലനിന്നിരുന്നുവെന്നും വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിച്ചുവെന്നും ശക്തമായി സൂചിപ്പിക്കുന്നു. ഇത് പുരാതന ഇതിഹാസങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ശക്തമായ പാളി നൽകുന്നു. വിശ്വാസത്തിൻ്റെ ഒരു ജീവിക്കുന്ന പൈതൃകമായി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സാന്ത്വനം നൽകുകയും അവരെ ദൈവവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഊർജ്ജസ്വലമായ ആത്മീയ കേന്ദ്രമായി ദ്വാരക നിലകൊള്ളുന്നു. കാലത്തിൻ്റെ ചാക്രികമായ സ്വഭാവം, പ്രയാണം, രാജ്യങ്ങളുടെ ഉയർച്ചയും പതനവും, മനുഷ്യ കഥകളുടെയും ആത്മീയ വിശ്വാസങ്ങളുടെയും നമ്മുടെ കൂട്ടായ ഓർമ്മയിൽ ചെലുത്തുന്ന ആഴത്തിനുള്ള സ്വാധീനം എന്നിവ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദ്വാരകയുടെ നിഗൂഢത നിലനിൽക്കുന്നു. സമുദ്രത്തിൻ്റെയും നമ്മുടെ സ്വന്തം സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ആഴങ്ങൾ പരിവേഷണം ചെയ്യാൻ നമ്മെ ക്ഷണിക്കുകയാണ് ദ്വാരക. അതിൻ്റെ സുവർണ കാലഘട്ടത്തിൻ്റെ പ്രതിധ്വനികൾ വരും തലമുറകളിൽ പ്രതിധ്വനിക്കുന്നത് തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു.